ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന LBSന്റെ കേരള BS നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന്റെ ടെൻഡേറ്റീവ് ഡേറ്റ് വന്ന വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പലരും പല ഡൗട്ട്സും കമന്റ്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോസസ്സ് എന്നാണ് വരിക, അല്ലെങ്കിൽ അലോട്ട്മെന്റ് എന്നാണ് വരുന്നത്, റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത്, ഓപ്ഷൻ എന്നാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് കമന്റ്സിലൂടെ വന്നത്. അങ്ങനെ കമന്റ് ചെയ്ത എല്ലാവർക്കും ഒരു ഉത്തരവുമായിട്ടാണ് LBS പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ടെൻറ്റേറ്റീവ് ഡേറ്റ്സ്, അതായത് കോളേജിൽ ജോയിൻ ചെയ്യുന്നിടം വരെയുള്ള പ്രോസസ്സ്, ഓരോ ദിവസവും എന്തെല്ലാമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഡേറ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. LBS രജിസ്റ്റർ ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അവർക്കെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും സ്കൂൾ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർക്കും ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് മാറും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. വരും ദിവസങ്ങളിൽ ഇതിലെ ഓരോ പ്രോസസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ടൈമിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു ഡേറ്റ് തന്നെയാണ് ജൂൺ 13. നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ഡേറ്റ് ആണ് ജൂൺ 13 എന്ന് പറയുന്നത്. ജൂൺ 13 ശേഷം നമുക്ക് പുതുതായിട്ട് ഒരു രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ജൂൺ 17 അവർ ഡേറ്റ് പറയുന്നുണ്ട്. അത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫൈനൽ സബ്മിഷൻ ഡേറ്റ് ആണ്. അതായത് വൺസ് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് ജൂൺ 17 എന്ന് പറയുന്നത്. ആരും തന്നെ ജൂൺ 13 ശേഷം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വിചാരിക്കരുത്. ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം അടുത്തുള്ള അക്ഷയ സെന്ററോ കമ്പ്യൂട്ടർ സെന്ററിലോ ചെന്ന് എത്രയും വേഗം നിങ്ങളുടെ ന്യൂ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. സോ അതിനുശേഷം എന്താണ് നടക്കുന്നത്, ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണ് പ്രോസസ്സ് നടക്കുന്നതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരെ എത്രയും വേഗം അതൊന്ന് കാണുക. ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി ഇതിന്റെ കൂടെ തന്നെ പിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഡേറ്റ്സ് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ 17th ശേഷം വരുന്ന നെക്സ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 28th ആണ്. ആ ഒരു ഡേറ്റിൽ നടക്കാൻ പോകുന്നത്, വൺസ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസും പേഴ്സണൽ ഡേറ്റയും എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം അവർ വെരിഫൈ ചെയ്ത്, പലരുടെയും സ്റ്റാറ്റസ് ഇപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പീരീഡ് കൊണ്ട് 28th ജൂൺ വരെ ആ ഒരു പീരീഡിനുള്ളിൽ അവർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെയും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. സോ 28 ജൂൺ തൊട്ട് 4 ജൂലൈ 4th ജൂലൈ വരെയുള്ള പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറക്ഷൻ ടൈം ആയിരിക്കും. ഓൾറെഡി പറഞ്ഞിരുന്നു ചിലരൊക്കെ തെറ്റ് വരുത്തിയിട്ടുണ്ട് എന്ന് ഒരുപാട് കമന്റ്സ് കണ്ടു. അങ്ങനെയുള്ളവർക്ക് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് LBS തരുന്ന ഒരു അവസരമാണ്. ഒന്നും കൂടെ പറയാം, ജൂൺ 28 മുതൽ ജൂലൈ 4 വരെ ആയിരിക്കും ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ എന്തൊക്കെയാണോ തെറ്റ് വരുത്തിയത് അത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ അവസരം ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏതെങ്കിലും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അപ്ലോഡ് ചെയ്ത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെക്ടിഫൈ ചെയ്ത് പുതിയ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, താഴെ എന്താണോ സ്റ്റാറ്റസ് കാണിക്കുന്നത്, റീമാർക്കിൽ എന്താണോ കാണിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് തിരുത്തി അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ കൊടുക്കാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് റെക്ടിഫിക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈം പീരീഡിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു ജൂലൈ 4 തന്നെ നിങ്ങളുടെ തെറ്റുകളെല്ലാം വരുത്തി നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെഡിയാക്കി വെക്കുക. സോ വൺസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു, നിങ്ങളുടെ തെറ്റുകളെല്ലാം നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. 2 റാങ്ക് ലിസ്റ്റ് ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത് പബ്ലിഷ് ചെയ്യുന്നത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. അത് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 12 ആണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് അല്ല. ഇത് ജസ്റ്റ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു മാർക്ക് ലിസ്റ്റും ആ ഒരു ക്വാളിഫിക്കേഷന്റെയും ബേസിൽ മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. ഇതിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ മേലേക്ക് പോകാം, താഴേക്ക് പോകാം. കാരണം അവർ ഒന്നും കൂടെ വെരിഫൈ ചെയ്യും. മാർക്കുകളും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്നും കൂടെ വെരിഫൈ ചെയ്തിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 15 ജൂലൈ ആണ്. സോ അതായിരിക്കും നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഫഷണൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും നിങ്ങളുടെ റാങ്ക് എവിടെയായിട്ട് വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കോളേജിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രൊവിഷണൽ വന്നു, അതിനുശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് 15 ജൂലൈ എത്തുന്നതായിരിക്കും. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നു, അതിനുശേഷം വരുന്ന ഒരു അവസരമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സാണ്. നമ്മൾ ഓൾറെഡി എല്ലാ പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഒക്കെ കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോളേജിന്റെ ലിസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ കോളേജുകളാണ് നമ്മൾക്ക് താല്പര്യം എന്ന് കാണിക്കുന്ന ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ്, സബ്മിറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ലഭിക്കുന്ന അവസരം എന്ന് പറയുന്നത് 15 ജൂലൈ തൊട്ട് 18 ജൂലൈ
5 മണി വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആയിരിക്കണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 5 മണി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കട്ട് ഓഫ് ടൈം മാത്രമാണ്. അതുവരെ ആരും തന്നെ പോകരുത്. കാരണം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ സൈറ്റും എല്ലാം ഡൗൺ ആയി വരും. കാരണം എല്ലാവരും തന്നെ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും അക്ഷയ സെന്ററിലോട്ടും അതോടൊപ്പം തന്നെ കഫേയിലോട്ടൊക്കെ ഓടുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ സൈറ്റിൽ എൻ്റർ ആവാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആരും 5 മണി വരെ നിൽക്കരുത്. പകരം 18-ാം തീയതി ഒരു രാവിലെയോടുകൂടെ 18 ജൂലൈ ഒരു മോർണിംഗോടുകൂടി തന്നെ എല്ലാവരും ഓപ്ഷൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ 18-ാം തീയതി 5 മണിക്കുള്ളിൽ നമ്മൾ ഓപ്ഷൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് 19 ജൂലൈയിൽ തന്നെ ട്രയൽ അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെന്റിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയില്ല. അത് ജസ്റ്റ് അവർ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഓപ്ഷൻസ് വെച്ച് അവർ നടത്തുന്ന ഒരു അലോട്ട്മെന്റ് ആണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്തെങ്കിലും റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സോ ഇതിനൊക്കെയുള്ളൊരു അവസരം എന്ന് പറയുന്നത് 22 ജൂലൈ വരെ ആയിരിക്കും. 22 ജൂലൈ 5 PM, അതായത് വൈകുന്നേരം 5 മണിക്ക് ഉള്ളിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ പുതിയ ഉള്ള ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. സോ ഈ ഒരു അവസരം എന്ന് പറയുന്നത് 22 ജൂലൈ വരെ ആയിരിക്കും. അതിനുശേഷമായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത്. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നത് ജൂലൈ 23-ാം തീയതി ആയിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കോളേജിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ വരുന്ന ദിവസങ്ങൾ, അതായത് 23 തൊട്ട് 27 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു 23 തൊട്ട് 27 വരെയുള്ള പീരീഡിൽ തന്നെ നിങ്ങൾക്ക് റെമിറ്റൻസ് ഫീസ് ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറയുന്ന ആ ഒരു അലോട്ട്മെന്റ് ഫീസാണ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫീ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്ത് ആ ഒരു അലോട്ട്മെന്റ് കിട്ടിയതായിട്ടുള്ള ആ ഒരു പ്രിന്റ് ഔട്ടും എടുത്ത് നമ്മൾ കോളേജിൽ സബ്മിറ്റ് ചെയ്യണം. കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്ത് നമ്മൾ അഡ്മിഷൻ കംപ്ലീറ്റ് ആക്കണം, ഈ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റെമിറ്റൻസ് ഫീ സബ്മിറ്റ് ചെയ്തതിന് ഓൺലൈനായിട്ട് പേ ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് എന്തെങ്കിലും റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അതിനുള്ളൊരു ടൈമാണ് നിങ്ങൾക്ക് 23 തൊട്ട് 27 വരെ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം എല്ലാവർക്കും അറിയായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെന്റ് ടെൻഡേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് 29th ജൂലൈ ആണ്. സോ 29 ജൂലൈ തൊട്ട് 1-ാം തീയതി വരെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ ഓക്കെ ആണ്, സെക്കൻഡ് അലോട്ട്മെന്റിൽ നമ്മൾ ആഗ്രഹിച്ച കോളേജ് തന്നെയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ആ ഒരു ഫീ റെമിറ്റൻസ് ഫീ നമ്മൾ പേ ചെയ്ത് ആ ഒരു അലോട്ട്മെന്റ് മെമ്മോ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷം കോളേജിൽ ഹാജരാവുക, പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ അഡ്മിഷൻ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് അലോട്ട്മെന്റ് ആണെങ്കിലും സെക്കൻഡ് അലോട്ട്മെന്റ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ തൊട്ട് മേലേക്കുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ ഡിലീറ്റ് ചെയ്യണം. അതായത് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കോളേജിൽ പോവാൻ റെഡിയായി, നമ്മൾ ഫൈനലൈസ് ചെയ്തു, ഓക്കെ നമുക്ക് അത് മതി, ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് സെക്കൻഡ് അലോട്ട്മെന്റ്. അപ്പോൾ അതിന് പോകുമ്പോൾ നിങ്ങൾ വൺസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് അലോട്ട്മെന്റിൽ തുടരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ ബാക്കിയുള്ള മേലുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെന്റ് ടെൻഡേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2 ആണ്. അപ്പോൾ ഓഗസ്റ്റ് 2 തൊട്ട് 5-ാം തീയതി വരെ ആയിരിക്കും അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഫീ റെമിറ്റൻസും അതോടൊപ്പം തന്നെ കോളേജ് അഡ്മിഷനുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളേജാണ് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. കാരണം പിന്നീടുള്ള അലോട്ട്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിലവിൽ തീരുമാനമായിട്ടില്ല. നമ്മുടെ ഓരോ സീറ്റ് ഫില്ല് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഇനിയും അലോട്ട്മെന്റ് നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, ഈ 3 അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ നിങ്ങൾ അല്പമെങ്കിലും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പ്ലീസ് ഡു ജോയിൻ. കാരണം പിന്നീട് ഒരു അവസരം ചിലപ്പോൾ നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. അങ്ങനെ ഓഗസ്റ്റ് 9 മുമ്പ് തന്നെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ എടുക്കാനായിട്ട് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതെല്ലാമാണ് ടെൻഡേറ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനിയും വരാനുള്ള LBSന്റെ ഓരോ പ്രോസസ്സിന്റെയും ടെൻഡേറ്റീവ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഡേറ്റ് അല്ല, LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പുതിയ നോട്ടിഫിക്കേഷനിൽ വന്ന ഡേറ്റ്സ് ആണ് ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ മാറാതിരിക്കാം. അവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ടെൻഡേറ്റീവ് എന്ന് വെച്ചാൽ അത് ഫൈനൽ ഡേറ്റ് അല്ല. ചിലപ്പോൾ ആപ്ലിക്കേഷന്റെ ഒരു വെരിഫിക്കേഷൻ ടൈമൊക്കെ കൂടുന്നതും കുറയുന്നതും കാരണം ചിലപ്പോൾ ഈ ഒരു ഡേറ്റ് മുമ്പോട്ടേക്ക് എക്സ്റ്റെൻഡ് ആകാം. ഇനി അതല്ലെങ്കിൽ ഇവർ പറഞ്ഞ ഡേറ്റിന് മുന്നേ തന്നെ ഈ പരിപാടികളൊക്കെ നടന്നു എന്നും വരാം. അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലത്തെ പ്രകാരം ഈ പറഞ്ഞ ഡേറ്റുകളിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കാൻ പോകുന്നത്. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ആരും തന്നെ തേർഡ് അലോട്ട്മെന്റിന് ശേഷം സ്പോട്ട് ഉണ്ടല്ലോ എന്ന് കരുതി വെയിറ്റ് ചെയ്യരുത്, നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തരുത്. സ്പോട്ട് അലോട്ട്മെന്റ് എപ്പോഴും സീറ്റ് ഫില്ലാവുന്നതിന്റെ ബേസിൽ മാത്രമായിരിക്കും നടക്കുന്നത്. സീറ്റ് എല്ലാം തേർഡ് അലോട്ട്മെന്റോടുകൂടി ഫില്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടായിന്ന് വരില്ല.
അപ്പോൾ നിങ്ങളുടെ അവസരം, നിങ്ങൾ ഒരു വർഷം കളയാതെ എല്ലാവരും നല്ല യുക്തിപരമായി ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഒന്നും കൂടെ പറയുകയാണ്, ഇതുവരെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഓരോ പ്രോസസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന ടൈമിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.